ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനായി ശുനോയോ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അമ്മയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അമ്മയിൽ വിളങ്ങി ശോഭിച്ചിരുന്ന പുണ്യങ്ങളുമാണല്ലോ നാം ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് ആമേൻ പറഞ്ഞ നിമിഷം മുതൽ ദൈവത്തെ കണ്ണടച്ച് വിശ്വസിച്ച മറിയം ദൈവ തിരുമനസ്സിന് വിധേയയായി ജീവിച്ചു. അത്ഭുതങ്ങളെ അടയാളങ്ങളായി ചിത്രീകരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ വിവാഹ വിരുന്നാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമായ കാനായിലും മഹത്വീകരണത്തിന്റെ പൂർത്തീകരണമായ കാൽവരിയിലും തന്റെ അമ്മയെ സ്ത്രീയെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പീഡാനുഭവ മരണോത്ഥാനങ്ങളിലൂടെ രക്ഷണീയ കൃത്യം പൂർത്തിയാക്കിയ ഈശോ മറിയത്തെ ഉൽപ്പത്തിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയായി, രക്ഷണീയ കൃത്യത്തിൽ പങ്കാളിയായ, സർപ്പത്തിന്റെ തല തകർക്കുന്നവന്റെ മാതാവായ സ്ത്രീയായി നമുക്ക് കാട്ടിത്തരുന്നു. ഈശോയോട് ഏറ്റവും അടുത്ത് സഹകരിച്ച സഹരക്ഷകയായ മറിയത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാനായിൽ മണവാളനോ കലവറക്കാരനോ അറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ കുറവ് മനസ്സിലാക്കിയ അമ്മ പുത്രനെ വിവരം ധരിപ്പിക്കുന്നു. ഈശോയുടെ ആദ്യ പ്രതികരണം നിഷേധാത്മകമായി തോന്നാമെങ്കിലും അവിടുത്തെ കണ്ണുകളിലെ ആർദ്രതയും ചുണ്ടിലെ പുഞ്ചിരിയിലും നിന്ന് ഈശോയുടെ മഹത്വം വെളിപ്പെടാനുള്ള സമയമായി എന്ന് വായിച്ചറിഞ്ഞ മാതാവ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നാണ് അന്ന് ആ പരിചാരകരോട് പറഞ്ഞത്. അത് തന്നെയാണ്, അത് മാത്രമാണ് ഇന്ന് നമ്മോടും പറയുന്നത്. ഒരിക്കലും ഒരു ശ്രദ്ധാകേന്ദ്രമാകുവാൻ മാതാവ് ആഗ്രഹിച്ചിരുന്നില്ല. പുത്രനിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്ന ഒരു ഇടനിലക്കാരിയുടെ ഭാഗമാണ് മാതാവ് തിരഞ്ഞെടുത്തത്. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പുത്രനെ അറിയിക്കുന്നു. പുത്രന്റെ ആഗ്രഹങ്ങൾ, കൽപ്പനകൾ അനുവർത്തിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുപുലകയായി മാതാവ് നിലകൊള്ളുന്നു. സ്വാർത്ഥത മൂലം ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്ന് അമ്മ മകനെ തടഞ്ഞില്ല. അമ്മയോടുള്ള അമിത സ്നേഹം മൂലം തന്റെ ദൗത്യം ഉപേക്ഷിക്കാൻ ഈശോയും മെനക്കെടുന്നില്ല. ഈ രണ്ട് സ്നേഹങ്ങൾക്കും ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി ദൈവഹിതം നിറവേറ്റുക. സൃഷ്ടികൾ സൃഷ്ടാവിനെ അറിയാതിരിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് അമ്മയുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വരപ്രസാദങ്ങളോട് വിമുഖത കാണിക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന, മടി കാണിക്കുന്ന ആത്മാക്കളെ ഓർത്താണ് അമ്മ ഇന്നും രക്തകണ്ണീർ പൊഴിക്കുന്നത്. അമ്മയെപ്പോലെ ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. അമ്മയുടെ പുണ്യങ്ങൾ സ്വായത്തമാക്കാൻ നമുക്ക് മാതാവിനോട് അതിനുള്ള സഹായത്തിനായി പ്രാർത്ഥിക്കാം. തിരുക്കുമാരനെ ഉദരത്തിൽ വഹിക്കുവാൻ തയ്യാറായ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനാൽ ഓരോ കോശവും നിറഞ്ഞ കൃപയുടെ നിർഗടമായ മറിയം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമുക്കായി വാങ്ങിത്തരും. മരപ്പൊടിയുടെ മണമുള്ള നസ്രത്തിലെ ആ കുടുംബത്തെ തിരുക്കുടുംബമായി മാറ്റിയ മാതാവായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മാതൃക. ആമേൻ.